ഹായ് ഓൾ, വെൽക്കം ടു വിങ്സ് ടു വിൻ എഡ്യൂക്കേഷൻ. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മിഡീവൽ ഇന്ത്യയുടെ തേർഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗസ്നാവിഡ്സിനെ തുടർന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മിഡീവൽ, അതായത് മധ്യകാല ഇന്ത്യയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിലേക്ക് പോവാം. ദി ഗസ്നാവിദ് ദൂത്സ്, നമ്മള് അറബികൾ സിന്ധി കീഴടക്കി അല്ലെ. ആദ്യമായിട്ട് ഇന്ത്യയെ കീഴടക്കാൻ വന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറബികളാണെന്ന് നിസ്സംശയം പറയാം. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അറബികൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യ കീഴടക്കാൻ കഴിഞ്ഞു, അതായത് സിന്ധി കീഴടക്കാൻ കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു ഭരണം സ്ഥാപിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? അറബികൾക്ക് കഴിഞ്ഞില്ല. കീഴടക്കിയ പോലെ തന്നെ അവർക്ക് അധികം വൈകാതെ തന്നെ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കേണ്ടതായിട്ടും വന്നു അല്ലെ. പക്ഷെ ശരിക്കും ഇന്ത്യയിൽ ഒരു റൂളിംഗ് നടത്തുന്നത് പുറത്തുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ, അതായത് ഇന്ത്യയിൽ വന്ന് വിദേശികൾ ആദ്യമായിട്ട് റൂളിംഗ് നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്ക് പോകും? അത് തുർക്കികൾക്ക് പോകും കേട്ടോ. അറബികൾക്ക് ശേഷം 11th സെഞ്ചുറിയില് തുർക്കികളാണ് പിന്നീട് എങ്ങോട്ട് വരുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അറബികൾ അബ്ബാസിദ് ഖലീഫത്ത് അല്ലെ. അബ്ബാസിദ് ഖലീഫന്മാരാണ്, അബ്ബാസിദ് ഭരണമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ 9th സെഞ്ചുറിക്ക് ആകുമ്പോൾ അബ്ബാസിദ് ഭരണം താഴെ വീണിട്ട് സമാനിദ് ഡൈനാസ്റ്റി അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ അറബികളുടെ ലീഡർഷിപ്പ്, ഇസ്ലാം മതത്തിന്റെ ലീഡർഷിപ്പ് പിന്നീട് അധികം വൈകാതെ ആരുടെ കൈകളിലേക്ക് എത്തുന്നു? പേർഷ്യൻസിന്റെയും തുർക്കികളുടെയും കയ്യിലേക്ക് എത്തുന്നു. തുർക്കികൾ എന്ത് ചെയ്യുന്നു? നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണം കാഴ്ചവെക്കുന്നു. പിന്നീട് ഈ തുർക്കികളാണ് എങ്ങോട്ട് കടന്നു വരുന്നത്? ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഒരു വ്യക്തിയെ ഓർത്തിരിക്കുക, ആൽപിഡിജിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൽപിഡിജിൻ എന്ന് പറയുന്ന ഒരു തുർക്കിഷ് സ്ലേവ് ആണ്. അപ്പം ഒരു സമാനിത് കിങ് ആയിട്ടുള്ള ആമിർ അബൂബക്കർ ലോഹിക്കിന്റെ ഒരു സ്ലേവ് ആയിട്ടുള്ള, തുർക്കിഷ് സ്ലേവ് ആയിട്ടുള്ള ആൽപിഡിജിനാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? ഗസ്നാവിദ് ഡൈനാസ്റ്റി ഫോം ചെയ്തിട്ടുള്ളത്. 963 ആൽപിഡിജിൻ ഗസ്നാവിദ് ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. അങ്ങനെ ആൽപിഡിജിൻ ഗസ്നാവിദ് ഡൈനാസ്റ്റി ഫോം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ സണ്ണിൻ ലോ, അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള സബൂഖിഡ്ജിനാണ് പിന്നെ ശേഷം അധികാരത്തിൽ വരുന്നത്. ആൽപിഡിജിന് ശേഷം അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള സബൂഖിഡ്ജിനാണ് അധികാരത്തിൽ വരുന്നത്. ആൽപിഡിജിന് ഒരു ഡൈനാസ്റ്റി ഒക്കെ അവിടെ ഫോം ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. അതിനെ എക്സ്പാൻഷൻ നടത്താനോ മറ്റുള്ള രീതിയിലേക്ക് കോൺകറിങ്ങിനോ ഒന്നും ആൽപിഡിജിൻ പോയിട്ടില്ല. പക്ഷെ ആൽപിഡിജിനെ പോലെ ആയിരുന്നില്ല മരുമകനായിട്ടുള്ള സബൂഖിഡ്ജിൻ. സബൂഖിഡ്ജിൻ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള റൂളർ ആണ്. കാരണം അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, തങ്ങളുടെ ഡൈനാസ്റ്റിയെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, കൂടുതൽ രാജ്യങ്ങളും റീജിയൻസ് ഒക്കെ കോൺകർ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ആശയവെച്ചിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു സബൂഖിഡ്ജിൻ. അങ്ങനെ സബൂഖിഡ്ജിൻ എന്താ ചെയ്തത്? മറ്റുള്ള രാജ്യങ്ങളൊക്കെ കീഴടക്കാനായിട്ട് ഒരുപാട് ടെറിട്ടറീസിനെ ക്യാപ്ചർ ചെയ്തിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ലങ്കാനെയും പേഷാവാറിനും ഇടയ്ക്കുള്ള അധിക സ്ഥലങ്ങളും ആര് കീഴടക്കി? സബൂഖിഡ്ജിൻ കീഴടക്കി. ലങ്കാർ മുതൽ പേഷാവാർ വരെ അതിനിടയിലുള്ള മിക്ക സ്ഥലങ്ങളും സബൂഖിഡ്ജിന്റെ അധീനതയിലായി. അദ്ദേഹം ലങ്കാൻ ടു പേഷാവാർ വരെയുള്ള ഭരണം നടത്തിയിരുന്നത് ഹിന്ദു ഷാഹി റൂളർ ആയിട്ടുള്ള ജയപാലയായിരുന്നു. ഈ ജയപാലയ്ക്ക് സബൂഖിഡ്ജിനെ എതിർത്ത് നിൽക്കാനായിട്ട് സാധിച്ചില്ല. ജയപാലയുടെ അടുത്ത് നിന്നും ഈ പ്രദേശങ്ങളൊക്കെ ആരുടെ കയ്യിലേക്ക് പോയി? സബൂഖിഡ്ജിന്റെ കയ്യിലേക്ക് പോയി. അങ്ങനെ ഹിന്ദു ഷാഹി കിങ്ഡത്തിന് ഗസ്നാവിദിന്റെ ആ ഒരു ജയത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു യാത്രയെ തടയിടാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മുടെ ഹിന്ദു ഷാഹി കിങ്ഡത്തിന്റെ ജയപാല പോലുള്ള റൂളേഴ്സിന് കഴിഞ്ഞില്ല. പക്ഷെ ഗസ്നാവിദ്സ് ഇത്തരം ടെറിട്ടറീസ് ഒക്കെ കീഴടക്കിയെങ്കിൽ കൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇഫക്റ്റ് ഒന്നും, ഒരു വിദൂരമായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാനായിട്ട് ഇതിന് കഴിഞ്ഞില്ല. ഗസ്നാവിദ്സിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ഗസ്നാവിദ് ഡൈനാസ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് മെഹ്മൂദ് ഗസ്നി. ഓർത്തിരിക്കണം കേട്ടോ. മെഹ്മൂദ് ഗസ്നി വളരെയേറെ അറ്റാക്കുകൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ട്. ഹെൻറി എല്ലിയോട്ടിന്റെ അഭിപ്രായത്തില് ഈ മെഹ്മൂദ് ഗസ്നി സ്വന്തമായിട്ട് 17 എക്സ്പെഡിഷൻസ് ഇന്ത്യക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതായത് 17 തവണ ഇന്ത്യയെ കീഴടക്കാനായിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്? മെഹ്മൂദ് ഗസ്നി ശ്രമിച്ചിട്ടുണ്ട്. ഈ 13 തവണ ശ്രമിച്ചതും ഒരു ഇന്ത്യക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യയെ തകർക്കുന്ന രീതിയിലേക്ക് ഈ 17 എക്സ്പെഡിഷൻസും പോയിട്ടുണ്ട്. 1000-നും 1027-നും, അതായത് C 1000-നും 1027-നും, 1000 മുതൽ 1027 വരെയുള്ള കാലഘട്ടത്തിനിടക്കാണ് മെഹ്മൂദ് ഗസ്നി ഇത്തരം 17 ശ്രമങ്ങൾ ഇന്ത്യ കീഴടക്കാനായിട്ട് നടത്തിയിട്ടുള്ളത്.
അദ്ദേഹത്തിന്റെ മഹ്മൂദ് ഗസ്നിയുടെ ഈ ഒരു എക്സ്പെഡിഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് നടത്തിയിട്ടുള്ള അറ്റാക്കിന് പല കാരണങ്ങളും പല എക്സ്പ്ലനേഷൻസും ഹിസ്റ്റോറിയൻസ് നൽകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഗസ്നി ഇന്ത്യ കീഴടക്കാനായിട്ട് ശ്രമിച്ചത് ഒരു പൊളിറ്റിക്കൽ കണ്ണോടെ ആയിരുന്നില്ല, രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലായിരുന്നില്ല. നേരെ മറിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമ്പുഷ്ടമായിട്ടുള്ള രാഷ്ട്രത്തെ കീഴടക്കിയിട്ട് അവിടെ ഗസ്നാവിദ് ഡൈനാസ്റ്റി അവരുടെ ആ ഒരു റിലീജിയൻ എങ്ങോട്ട് കൊണ്ടുവരിക, ഈ ഒരു കീഴടക്കുന്ന രാജ്യത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എക്കണോമിക് ഇൻട്രസ്റ്റും ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു നേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും എങ്ങോട്ട് കണ്ണു വെച്ചിട്ടുണ്ട്, ഇന്ത്യനെ കണ്ണു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കണ്ണ് ആർക്കും ഉണ്ടായിരുന്നു, ഗസ്നാവിദിനും ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനിയായിരുന്നു മഹ്മൂദ് ഗസ്നി. അങ്ങനെ ഈ മഹ്മൂദ് ഗസ്നി 1000-ലാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻവേഷൻ നടത്തുന്നത്. അത് അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും ഭാഗമായിട്ടുള്ള ചില ഫോഴ്സിനെതിരെയാണ് ഈ ഒരു ഇൻവേഷൻ 1000-ൽ അദ്ദേഹം നടത്തുന്നത്. ദെൻ സെക്കൻഡ് പ്രധാനപ്പെട്ട ഒരു ഇൻവേഷൻ നടത്തുന്നത് 1004-ലാണ്. അദ്ദേഹം നമ്മുടെ ഭാട്ടിയ എന്ന് പറയുന്ന ഭാട്ടിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് 1004-ൽ അറ്റാക്ക് ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട റൂളർ ആയിരുന്നു ബാജി റായ്. ഈ ബാജി റായിനെ അദ്ദേഹം എന്ത് ചെയ്തു, നിരുപാധികം തോൽപ്പിച്ചു. എന്നിട്ട് അവിടുത്തെ എല്ലാതും അവരെ കൊള്ളയടിച്ചു. അതായത് ആ റീജിയനെ മൊത്തം കൊള്ളയടിച്ചിട്ട് ആ ഒരു ടെറിട്ടറി എന്ത് ചെയ്തു, ഗസ്നാവിദ് ഡൈനാസ്റ്റിയുടെ ടെറിട്ടറിയെ വലുതാക്കി. ദെൻ പിന്നീട് അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തുന്നത് 1006-ലാണ്. 1006-ല് മുൾട്ടാന്റെ ഷിയ കിങ്ഡത്തിനെതിരെയാണ് അദ്ദേഹം പ്രധാനപ്പെട്ട അറ്റാക്ക് നടത്തുന്നത്. എന്നിട്ട് ഷിയ കിങ്ഡത്തിന്റെ ലീഡർ ആയിരുന്ന ഫത്തു ദാവൂദിനെ എന്ത് ചെയ്യാണ്, ഇംപ്രിസൺഡ് ചെയ്യാണ്. അതായത് ജയിലിൽ അടച്ചിട്ട് ആ ഒരു മുൾട്ടാനും ആരുടെ കൂടെ ചേർത്തുന്നു, ഗസ്നാവിദിന്റെ കൂടെ ചേർത്തുന്നു. ഈ സമയത്താണ് അദ്ദേഹം ദാവൂദിനെ അഗേൻസ്റ്റ് ആയിട്ട് അറ്റാക്ക് നടത്തുന്ന ആ സമയത്തായിരുന്നു നമ്മുടെ അനന്തബാല ആരെ അറ്റാക്ക് ചെയ്യുന്നത്, മഹ്മൂദ് ഗസ്നിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ഇതെല്ലാം ഓർത്തിരിക്കുക. ഒരു പ്രാവശ്യം കൂടെ കേട്ടിട്ടോ നോട്ട് എഴുതി എടുത്തിട്ടോ ഒക്കെ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ PSC ഇവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ റെഡ്ഡിയുടെ ബുക്കിലെ ഒരു പോയിന്റ്സ് പോലും വിടാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ മഹ്മൂദ് അപ്പോയിന്റഡ് സുഖ്പാല എന്ന് പറയുന്നത് ജയപാലയുടെ ഗ്രാൻഡ് സൺ ആണ് സുഖ്പാല. ഈ സുഖ്പാല എന്ത് ചെയ്തു, പെട്ടെന്ന് ഹിന്ദു മതം വിട്ടിട്ട് ഇസ്ലാം മതത്തിലേക്ക് പോയി. അതായത് ഇസ്ലാം മതത്തിലേക്ക് കൺവേർഷൻ നടത്തി. അതില് മഹ്മൂദ് ഗസ്നിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മഹ്മൂദ് ഗസ്നി എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഗവർണർ എന്ന് പറയുന്ന ഒരു പദവിയിൽ പിടിച്ചിരുത്തി. ആരെ, നമ്മുടെ ജയപാലയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള സുഖ്പാലേനെ. സുഖ്പാല ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് നവാസ് ഷാ എന്ന പുതിയ പേരാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതിൽ ഇംപ്രസ്ഡ് ആയിട്ടുള്ള മഹ്മൂദ് എന്ത് ചെയ്തു, ഗവർണർ സ്ഥാനം കൊടുത്തിട്ട് ആദരിച്ചു. അങ്ങനെ പിന്നീട് ദാവൂദും ഈ നവാസ് ഷായും കൂടെ ചേർന്നിട്ട് ഒരു ആക്രമണം നടത്തുകയാണ്. അതായത് നമ്മുടെ ദാവൂദിനെ നേരത്തെ കണ്ടില്ലേ, ആ ദാവൂദ് എന്ത് ചെയ്തു, പിന്നീട് മഹ്മൂദ് ഗസ്നി എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി, തുർക്കിയിലേക്ക് തന്നെ തിരിച്ചുപോയി. ആ സമയത്ത് നവാസ് ഷാ അതായത് നമ്മുടെ സുഖ്പാൽ എന്ത് ചെയ്തു, വീണ്ടും ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അങ്ങനെ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മഹ്മൂദ് ഗസ്നിക്കെതിരെ, ഈ ഒരു ഡൈനാസ്റ്റിക്കെതിരെ ദാവൂദിനോട് ചേർന്നിട്ട് ആര് തിരിയാണ്, നവാസ് ഷായെ തിരിയാണ്. ഇത് അറിഞ്ഞ ഗസ്നി മിണ്ടാണ്ടിരിക്കും? ഇല്ല. ഗസ്നി എന്ത് ചെയ്തു, 1007-ല് ഇന്ത്യയിൽ വന്നു. എന്നിട്ട് നവാസ് ഷായെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, അങ്ങ് കൊന്നു. നവാസ് ഷാനെ പിടിച്ചു കൊന്നു. അതായത് നമ്മുടെ നവാസ് ഷാ ആയിരുന്നു, സുഖ്പാലയായിരുന്നു. സുഖ്പാല എന്ന് പറയുന്നത് ജയപാലയുടെ ഗ്രാൻഡ് സൺ ആയിരുന്നു. ഈ സുഖ്പാലയാണ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് നവാസ് ഷാ ആയിട്ട് മാറിയത്. ഈ നവാസ് ഷായെ ഗവർണർ പദവിയിലൊക്കെ പിടിച്ചിരുത്തി, നല്ല വിശ്വാസത്തിൽ പിടിച്ചിരുത്തിയിട്ടാണ് ആര് പോയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഗസ്നി തുർക്കിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ തുർക്കിയിൽ പോയപ്പം നമ്മുടെ ഗസ്നിക്ക് ഒരു വിവരം കിട്ടുകയാണ്, സുഖ്പാല എന്ന് പറയുന്ന ഇപ്പോഴത്തെ നവാസ് ഷാ വീണ്ടും സുഖ്പാല തന്നെ ആയി മാറി, അദ്ദേഹം ഹിന്ദു മതത്തിലേക്ക് തന്നെ റീകൺവേർട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾക്കെതിരെ പട നയിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയിട്ട് ആര് തിരിച്ചു വരികയാണ്, നമ്മുടെ മഹ്മൂദ് ഗസ്നി തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിന് കലി നിൽക്കുവോ? ഇല്ല. അദ്ദേഹം കലി തുള്ളി വന്നിട്ട് നേരെ പിടിച്ചിട്ട് നവാസ് ഷാ എന്ത് ചെയ്യാണ്, അങ്ങ് കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ മുൾട്ടാൻ അടക്കമുള്ള ഈ ടെറിട്ടറീസ് ആരുടെ കൂടെ
കൂട്ടി ഈ ഒരു അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റിയുടെ കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് എക്സ്പെഡിഷൻ നടത്തുന്നത് അനന്തബാലയ്ക്കെതിരെയാണ്. അനന്തബാല എന്ന് പറയുന്നത് ആരാണ്? ജയപാലയുടെ മകനാണ് അനന്തബാല എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെതിരെ തിരിയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ഫത്തു ദാവൂദിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫത്തു ദാവൂദ് മഹ്മൂദ് ഗസ്നിക്കെതിരെ ഒരു പട നയിച്ചപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നു? അനന്തബാലയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ആർക്ക് ദേഷ്യമായി? മഹ്മൂദ് ഗസ്നിക്ക് ദേഷ്യമായി. മഹ്മൂദ് ഗസ്നി എന്ത് ചെയ്തു? 1009 അനന്തബാലയെ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ അനന്തബാലയുടെ ആ ഒരു നേതൃത്വത്തില് ഹിന്ദു കോൺഫെഡറസി, ഒരു ഹിന്ദു സഖ്യവും അതുപോലെ തന്നെ മഹ്മൂദ് ഗസ്നിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു മുസ്ലിം സഖ്യവും ചേർന്നിട്ട് ബാറ്റിൽ ഓഫ് വഹിന്ദ് എന്ന് പറയുന്ന ഒരു ബാറ്റിൽ നടക്കുകയാണ്. ഈ വഹിന്ദ് ബാറ്റില് ആരാണ് ജയിക്കുന്നത്? മഹ്മൂദ് ഗസ്നി ജയിക്കുകയാണ് അനന്തബാലനെയും സഖ്യത്തെയും. അനന്തബാല നയിച്ച ഹിന്ദു സഖ്യത്തെ ആര് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്? മഹ്മൂദ് ഗസ്നി തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് അനന്തബാല ഒരു ജയത്തിന് വേണ്ടിയിട്ട്, അനന്തബാല എന്ന് പറയുന്നത് ജയപാലയുടെ മകനായിരുന്നു അല്ലെ. ജയപാലയും അനന്തബാലയും ഒക്കെ നമ്മുടെ രജ്പുത് ഡൈനാസ്റ്റിയുടെ ഭാഗമാണ് കേട്ടോ. രജ്പുത്തമാരെ നിങ്ങൾക്കറിയാം അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല തന്റെ ഇടമുള്ള അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്ന റൂളേഴ്സ് ആയിരുന്നു രജ്പുത് റൂളേഴ്സ്. അതിൽ പെട്ടിട്ടുള്ള ആളായിരുന്നു ജയപാലയും അനന്തബാലയും ഒക്കെ. അപ്പൊ ആ ഒരു പഴയ രീതിയിൽ ജയപാലയ്ക്കും അനന്തബാലയ്ക്കും ഒക്കെ എന്താണ്, നല്ല ഒരു പേരുണ്ട്. എന്ത് പേരാണ്? യുദ്ധമൊക്കെ മാന്യതയിൽ ജയിക്കുന്ന, നല്ല രീതിയിൽ ജയിച്ചു വരുന്ന നല്ലൊരു പദവിയും പ്രസ്ഥാനവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു രജ്പുത് ലീഡേഴ്സ്. അപ്പൊ അനന്തബാല എന്ത് ചെയ്തു? ആദ്യത്തെ ആ ഒരു പദവി കിട്ടാൻ വേണ്ടിയിട്ട് പല അടവുകളും നടത്തുകയാണ്. അങ്ങനെ നന്ദന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? അനന്തബാലയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാണ്. പക്ഷെ എന്നിട്ടൊന്നും അവർക്ക് രക്ഷയില്ല. മഹ്മൂദ് ഗസ്നി എന്ത് ചെയ്തു? അത് വിജയിക്കുകയാണ് ചെയ്തത്. പിന്നെ വീണ്ടും ഇവരെ തോൽപ്പിച്ചു. വീണ്ടും ആക്രമണങ്ങൾ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആര്? മഹ്മൂദ് ഗസ്നി. അങ്ങനെ നാരായണപൂര്, നാഗർകോട്ട് ഒക്കെ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിനോടൊപ്പം ചേർത്തിട്ട് അവിടെയൊക്കെ ലൂട്ടിങ് നടത്തുകയാണ്, പ്ലണ്ടർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ പിന്നീട് നടത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എക്സ്പെഡിഷൻ എന്ന് പറയുന്നത് 1013 അദ്ദേഹം എന്ത് ചെയ്തു? നന്ദനക്കെതിരെ ക്യാമ്പയിൻ ചെയ്തിട്ട് നന്ദനയെയും എന്ത് ചെയ്യാണ്? ഇവരുടെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഡൈനാസ്റ്റിയുടെ കൂടെ ചേർത്താണ് ചെയ്യുന്നത്. ഇങ്ങനെ അതോട് കൂടിയിട്ട് ഹിന്ദു ഷാഹി കിങ്ഡത്തിന്റെ പേരും പദവിയും അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദു ഷാഹി കിങ്ഡം വെറും ഒരു ജാഗിർ സമ്പ്രദായത്തിലേക്ക്, അതായത് ജാഗിർ എന്ന് പറയുമ്പോൾ വെറും ഒരു റവന്യൂ കളക്ഷൻ എന്നുള്ള രീതിയിലേക്ക് മാത്രം അവരുടെ പദവി ഒതുങ്ങി പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്. പിന്നീടാണ് നമ്മുടെ പ്രധാനപ്പെട്ട അറ്റാക്ക് വരുന്നത് 1014 താനേശ്വറിന് അല്ലെ, നമ്മുടെ ഹരിയാനയിലെ താനേശ്വറിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അവിടുത്തെ രാമ എന്ന് പറയുന്ന റൂളറിനെ എന്ത് ചെയ്യാണ്? തേരയുടെ ചീഫായിരുന്നു രാമ. അത് അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ചക്രസ്വാമി ടെമ്പിൾ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചക്രസ്വാമി ടെമ്പിൾ ആര് നശിപ്പിക്കുന്നു? നമ്മുടെ മഹ്മൂദ് ഗസ്നി നശിപ്പിക്കുന്നു. ഗസ്നിയുടെ ആക്രമണങ്ങളെ ഒന്നുപോലും വിടാതെ നമ്മൾ 1 by 1 ആയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പറഞ്ഞാൽ ഈ ഒരു പാർട്ട് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഇൻവേഷൻസ് നമ്മൾ അടുത്ത പാർട്ടിലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഫോർ ലേണിംഗ്.